ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രതിഭാ സാന്നിധ്യമായ ശ്രീനിവാസൻ ഓർമ്മയായി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. ഒരുപക്ഷേ ഈ ശ്രീനിവാസൻ്റെ സിനിമകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കെല്ലാം ഒരു വർത്തമാനകാല സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് കാലം മാറുന്നതനുസരിച്ചും സിനിമ ഔട്ട്ഡേറ്റഡ് ആകാതെ കാലഹരണപ്പെടാതെ പോകുന്ന ഒരു അത്ഭുത കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നടൻ അശോകൻ കൂടി നമുക്കൊപ്പം ശരിയാണ്. അശോകൻ, നമുക്കൊക്കെ തന്നെ ഏറ്റവും വ്യക്തിപരമായ നഷ്ടമെന്ന് മനസ്സിലാകുന്ന, മലയാള സിനിമയ്ക്ക് അതിലും വലിയ നഷ്ടമെന്ന് മനസ്സിലാകുന്ന വലിയൊരു വിയോഗം ശ്രീനിവാസൻ ഓർമ്മയായി. അതെ, തീർച്ചയായിട്ടും അത് വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കേട്ടത്. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് ഈ കാര്യം അറിഞ്ഞത് തന്നെ. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനും വിനീത് ശ്രീനിവാസനും കൂടെ ഇങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പം ഞാനിങ്ങനെ ശ്രീനിവാസൻ ചേട്ടൻ്റെ കാര്യം ചോദിച്ചേ ഉള്ളൂ, എങ്ങനെയുണ്ട്. അപ്പോൾ അദ്ദേഹം ചെറിയൊരു ആരോഗ്യ പ്രശ്നത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ കുറച്ച് നാളായിട്ട് സുഖമില്ലായിരിക്കാമെന്ന് അറിയാം. എന്നാലും അത് കാര്യമായിട്ട് ഉടനെ അത് റിക്കവർ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ പ്രതീക്ഷ വരും. വലിയ പ്രായവും ഇല്ല, 69 വയസ്സല്ല, അത് വലിയ പ്രായമായിട്ട് തോന്നുന്നില്ല. ഞങ്ങളൊരു 81 വരെയുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. ഈ അഭിനയിക്കാൻ മുതൽ ഞാൻ 2-3 സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു. പിന്നെ ഈ 3 സിനിമയിൽ അഭിനയിച്ചുള്ളെങ്കിലും ശരി, വളരെ ഒരു അടുപ്പം, മാനസികമായിട്ട് വലിയ അടുപ്പം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. കാണുമ്പോഴൊക്കെ പല തമാശകൾ പറയുകയും ഭയങ്കര അദ്ദേഹം ഒരു വലിയ രസികനായിരുന്നല്ലോ. പിന്നെ ഒരുപാട് കഴിവുകളുള്ള ഒരാളല്ലേ. എഴുതുകയും കഥകളും തിരക്കഥയും സംവിധാനം, നടൻ, അഭിനയം എല്ലാം ഉള്ള ഒരാളല്ലേ. അതിങ്ങനെ ഒരു അവസ്ഥ കുറച്ചു നാളായിട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അത് വരാൻ പാടില്ലായിരുന്നു എന്നൊരു വല്ലാത്ത വിഷമമായി. എന്തായാലും ഇനിയിപ്പോൾ എന്ത് പറയാനാ. നടൻ അശോകൻ സംസാരിക്കുകയായിരുന്നു. താങ്ക് യു അശോകൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.